വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന ഭയം BJP അലട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. മണിപ്പൂരിൽ ഗതികെട്ട് രാജിവെച്ച മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രിയായ ബീരൻ സിംഗ് പാർട്ടി വിടാൻ ആലോചിക്കുന്നതായി സൂചനയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ബീരൻ സിംഗ് BJP വിട്ട് ഒരുപക്ഷെ NDFിലേക്കോ NDPയിലേക്കോ ചേരാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ കൃത്യമായി സൂചനകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി BJP മണിപ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും തിരികെ വരാൻ സാധിക്കാത്ത വിധത്തിലേക്ക് അമർപാളികളിലേക്ക് നീങ്ങിപ്പോകും എന്ന ഒരു വലിയ ഭയം, ഒരാപത്ത് മണക്കുന്നതായി BJPയുടെ ദേശീയ നേതാക്കൾ പറയുന്നുണ്ട്. അസാമിലെ കാര്യത്തിലും BJPക്ക് നിരാശയാണ്. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ ഇനി 2026 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിലേക്ക് ഏറ്റുമോ എന്നുള്ള കാര്യത്തിൽ BJPക്ക് സംശയമുണ്ട്. കാരണം നിരവധിയായ നേതാക്കൾ ഹിമന്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സർബാനന്ദ സോനോവാൾ അടക്കമുള്ള എല്ലാവരും ഹിമന്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തീവ്രമായി വർഗീയവാദം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും ഗൗരവ് ഗൊഗോയ് അസാമിലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം ഏറ്റിരിക്കുകയാണ്. നമുക്കറിയാം, ഭാരത് ജോഡോ യാത്ര അസാമിലൂടെ കടന്നു പോകുമ്പോൾ രാഹുലിനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കിയ വിഷയം ഉൾപ്പെടെ BJP തന്നെ തള്ളിപ്പറഞ്ഞ പല വിഷയങ്ങളുണ്ട്. സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവർ പറയുന്നത് മിതത്വം പാലിക്കാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും ഭരണമേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. അസാമിൽ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം മുമ്പ് തരുൺ ഗൊഗോയ് സർക്കാരിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. തരുൺ ഗൊഗോയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം BJPയിലേക്ക് എത്തിയതും BJPയിൽ ഏറ്റവും വലിയ വർഗീയവാദി താനാണ് എന്ന രീതിയിൽ ഒരു ട്രബിൾ ഷൂട്ടറായി ചുരുക്കകാലം കൊണ്ട് തന്നെ നേതാക്കൾക്കിടയിൽ അവരുടെയൊക്കെ മതിപ്പ് പിടിച്ചു പറ്റാൻ ശ്രമിച്ചത്. എന്നാൽ അത് അദ്ദേഹത്തിന് വിനയായി മാറുകയാണ്. അസാമിൽ നമുക്കറിയാം, ധൂബ്രി മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ റാക്കിബുൾ ഹസൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് BJPയേക്കാൾ മുന്നിൽ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. കാരണം കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളേക്കാൾ കൂടുതൽ BJP ജയിച്ചിട്ടുണ്ടെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഏറെ മുന്നിൽ. ധൂബ്രി മണ്ഡലത്തിൽ 10 ലക്ഷത്തിലധികം വോട്ടിനാണ് റാക്കിബുൾ ഹസൻ വിജയിച്ചത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചടുലമായ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. പല സംസ്ഥാനങ്ങളിലും BJPക്ക് കോൺഗ്രസിനേക്കാൾ വോട്ട് ഷെയർ കുറവാണെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിലാണ് BJP ജയിച്ചു കയറുന്നത്. അത് ഹരിയാനയുടെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇനി കോൺഗ്രസിന് തിരിച്ചുവരവിൻ്റെ കാലമാണ് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്.